ഹലോ മൈ ഡിയർ CMA സ്റ്റുഡൻസ്. ഒരുപാട് കൺഫ്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 2026 ന്യൂ സിലബസ് വരുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതിൻ്റെ ജൂൺ എക്സാമിലേക്കുള്ള ആപ്ലിക്കബിലിറ്റി എങ്ങനെയാണ്, ആൻഡ് നമ്മൾ ലോൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസ് ഈ സിലബസിന് അപ്ഡേറ്റഡ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട്. സോ നൗ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഒഫീഷ്യലായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈഡിൽ നിന്ന് ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ഐ തോട്ട് ഐ വുഡ് ഷെയർ ദാറ്റ് വിത്ത് യു. നമ്മൾ CMAൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ അപ്ഡേറ്റ്സിൽ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ സി expression of interest EOI for engagement of authors and reviewers of study material for CMA syllabus 2026 new ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ഓതേഴ്സിനും റിവ്യൂവേഴ്സിനും പുതിയ സിലബസിൻ്റെ മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ നൗ ഇറ്റ്സ് ഫൈനൽ. ആൻഡ് ഇതിൻ്റെ മുന്നേ നമ്മൾ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ 2008 സിലബസ് ഉണ്ടായിരുന്നു, പിന്നെ 2012 വന്ന്, പിന്നെ 2016 അതായത് ഈ ഓരോ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ 4 ഇയേഴ്സിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പോളിസി ആയിരുന്നു, മെത്തേഡായിരുന്നു സിലബസ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. ആൻഡ് ഇത് ഓട്ടോമാറ്റിക്കലി 2020 വരേണ്ടിയിരുന്നത്. ബട്ട് കോവിഡും കാര്യങ്ങളൊക്കെ കാരണം ഒന്ന് എക്സ്റ്റൻഷൻ വന്ന് 2022 വന്ന്. ഇനി അവിടുന്ന് 4 ഇയേഴ്സ് കൂട്ടുമ്പോൾ ഒബ്വിയസ്ലി 2026 സിലബസ് മാറേണ്ടതാണ്. സാറേ എന്ത് പരിപാടി സാറേ, നമ്മളൊന്ന് സ്വസ്ഥമായിട്ട് പഠിച്ചോട്ടെ. ഇൻ വൺ മെത്തേഡ് ഇറ്റ് ഈസ് ഗുഡ്. കാരണം ഓൾവേസ് ഈ പ്രൊഫഷണൽ കോഴ്സസിൽ നമ്മൾ നിങ്ങളെ സ്റ്റഡീസ് എളുപ്പമാക്കുക, ഒരു സാധനം തന്നെ പഠിപ്പിക്കുക. ഇപ്പോൾ പലരും കംപ്ലൈൻറ്റ് പറയാറുണ്ടല്ലോ, നമ്മൾ പഠിച്ച സാധനങ്ങളൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ്, നമ്മൾ പഠിക്കുന്ന സംഭവം പ്രാക്ടിക്കലി നടക്കുന്ന സംഭവം ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ ഒരു സംഭവം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഫഷണൽ കോഴ്സസിൽ വിൽ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ പഠിച്ച് പാസ് ഔട്ട് ആകുമ്പോഴേക്കും ഇൻഡസ്ട്രിയിൽ എന്താണോ പ്രാക്ടീസ് ഉള്ളത് നിങ്ങൾ അതിലേക്ക് അപ്ഡേറ്റഡ് ആണ് എന്നുള്ളത്. സോ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. സോ നൗ യെസ്, ദിസ് ഈസ് ദ ടൈം ഫോർ ചേഞ്ച്. 2026 ഇറ്റ് വാസ് ഡ്യൂ. ആൻഡ് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറ്റിൽ അത് ഒഫീഷ്യലി വന്നിട്ടുണ്ട്. അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് ഒഫീഷ്യലി വന്നിട്ടുണ്ട്. സോ വെൻ ക്യാൻ വി എക്സ്പെക്ട് ദിസ്? എന്തായാലും 2026 ജൂൺ എക്സാമിലേക്ക് ഈ സിലബസ് ആപ്ലിക്കബിൾ അല്ല. സ്റ്റാർട്ടിംഗ് സ്റ്റേജേ വന്നിട്ടുള്ളൂ. മെറ്റീരിയൽസിൽ നിങ്ങൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് അറിയിക്കാൻ ഇതിൻ്റെ ഓതേഴ്സും റിവ്യൂവേഴ്സ് ആവാനുള്ളത്. ആൻഡ് അപ്പോൾ എപ്പോഴത്തേക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? ഡിസംബറിലേക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? നോ, വി ക്യാൻ എക്സ്പെക്ട് ദിസ് ഓൺലി ബൈ മിഡ് 2027. ബൈ മിഡ് 2027 എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഒരു ജൂൺ എക്സാം 2027 നമുക്ക് ന്യൂ സിലബസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന ട്രെൻഡ് എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു ന്യൂ സിലബസ് ആണ് കൊണ്ടുവന്നാൽ അപ്പം തന്നെ പഴയതാണ് ഒഴിവാക്കല്ല ചെയ്യാറുള്ളത്. പഴയ സ്റ്റുഡൻസിനും ഒരു ട്രാൻസിഷണൽ പ്രൊവിഷൻ നിങ്ങൾക്ക് പഴയ സിലബസിൽ തന്നെ എഴുതാനുള്ള ഒരു ചാൻസ് തരും ചെയ്യും. പൊതുവെ 2 അറ്റംപ്റ്റ് ഒക്കെ നിങ്ങൾക്ക്, അതായത് ഈ 2 സിലബസും പാരലലി മുന്നോട്ട് പോകും, നിങ്ങൾക്ക് പഴയ സിലബസും എഴുതാനുള്ള ചാൻസ് കിട്ടും. സോ ഒബ്വിയസ്ലി ദാറ്റ് ആൻസേഴ്സ് അവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓൾസോ. എൻ്റെ സൈറ്റിലുള്ള ക്ലാസ്സസ് അപ്പോൾ May 26 അപ്ഡേറ്റഡ് ആണോ? ജൂൺ 26 അപ്ഡേറ്റഡ് ആണോ? അല്ല, കാരണം സിലബസ് വന്നിട്ടില്ല. അപ്പോൾ എന്ത് ചേഞ്ചാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക? പൊതുവെ നത്തിങ് മച്ച്. സബ്ജക്ട്സിൽ കുറച്ച് അഡീഷൻസ് ഡിലീഷൻസ് ഉണ്ടാവാം. ചില ചാപ്റ്റേഴ്സ്, ചില സബ്ജക്ട്സ് ചിലപ്പോൾ അങ്ങോട്ട് സ്പ്ലിറ്റ് ആവാം, മേജ് ആവാം. ഇതൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഡോണ്ട് വറി, വാട്ട് എവർ ഒഫീഷ്യൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഐ വിൽ മേക്ക് ഷുവർ ഞാൻ നിങ്ങളത് ഐ റിലീസ് ഇറ്റ് ടു യു, ഐ അപ്ഡേറ്റ് ഇറ്റ് ടു യു. പ്ലസ് ക്ലാസ്സസും നമ്മൾ അക്കോർഡിംഗ്ലി അതിൻ്റെ ചേഞ്ചസ് നമ്മൾ വരുത്തുന്നതാണ്. സോ ആസ് ഓഫ് നൗ നമ്മളെ സൈറ്റിലുള്ളത് ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് സിലബസ് പ്രകാരമുള്ള ക്ലാസ്സാണ്. പ്ലസ് ഐ വുഡ് ഓൾസോ ലൈക്ക് യു ടു നോ, നമ്മൾ ഒരു ഫ്രീ ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട്, വെർബൈ ബാക്കിയുള്ള സ്റ്റുഡൻസ് ചോദിക്കുന്ന ഡൗട്ട്സ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ദാറ്റ്സ് ഇറ്റ്. If you're new to this channel, I would suggest considering subscribing, because നമ്മൾ റെഗുലർ അപ്ഡേറ്റ്സ് ഇതിലങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഹാപ്പി ലേണിംഗ്.